കഴിഞ്ഞ ദിവസം ഷാങ്ഹായ് ഉച്ചകോടിയിൽ അവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അക്ഷരാർത്ഥത്തിൽ കസറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നരേന്ദ്രമോദിക്കും വ്ളാഡിമിർ പുതിനും ചൈന സഞ്ചരിക്കാൻ കൊടുത്ത കാറാണ്. ചൈനയിലെ അതിവിശിഷ്ടമായിട്ടുള്ള വ്യക്തികൾ വരുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള കാറുകൾ ചൈന അവർക്ക് സഞ്ചരിക്കാനായി വിട്ടു നൽകുന്നത്. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നരേന്ദ്രമോദിയും പുടിനും ഒരുമിച്ച് കൈകോർത്താണ് ഈ കാറിൽ വന്നിറങ്ങിയത് എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അതിനുശേഷം ഉഭയകക്ഷി ചർച്ചകൾ നടന്നു. അതായത് ഇത്രയും അധികം രാജ്യങ്ങൾ ആ ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഉണ്ടായിട്ടും ഇന്ത്യയുമായി ചൈനയും റഷ്യയും മാത്രമാണ് ഉഭയകക്ഷി ചർച്ചകൾക്ക് തയ്യാറായതും നടന്നതും എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള വിവരമെന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും അധികം ഇന്ത്യയിൽ പ്രശംസിക്കപ്പെടുന്ന ഒരു കാര്യവും അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ അമ്പരപ്പോടുകൂടി നോക്കിക്കാണുകയും ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഷഹബാസ് ഷെരീഫിൻ്റെ അവസ്ഥയാണ്. ഷഹബാസ് ഷെരീഫ് നമുക്കറിയാം പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയാണ്, ചൈനയുടെ എല്ലാ കാലത്തെയും സീമന്ത പുത്രനാണ്. ഈ ഷഹബാസ് ഷെരീഫ് കഴിഞ്ഞ ദിവസം ഷീ ജിങ് പിങ്ങിനെ ഒരു നോക്ക് കാണാനായി പല സ്ഥലങ്ങളിലായി കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് ദൃശ്യങ്ങളിൽ നിന്നും പുറത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഷഹബാസ് ഷെരീഫ് അവിടെ വന്ന് നിൽക്കുകയും എന്നാൽ ഷീ ജിങ് പിങ് ഇയാളെ മൈൻഡ് ചെയ്യാതെ നരേന്ദ്രമോദിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിങ് ആയി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് ഷഹബാസ് ഷെരീഫ് ഫോട്ടോ എടുത്തു കഴിഞ്ഞ ശേഷം ഷീ ജിങ് പിങ്ങിൻ്റെ പിറകെ ഓടുന്നതും ഷീ ജിങ് പിങ്ങിൻ്റെ കോട്ടിൽ പിടിച്ച് വലിക്കുന്നതും നമുക്ക് കാണാം. എന്നാൽ ഷീ ജിങ് പിങ് അയാളെ മൈൻഡ് പോലും ചെയ്യാതെ അയാളെ കൈ തട്ടി മാറ്റി മുമ്പിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ അതിനെ ഞങ്ങൾ എതിർക്കുകയാണ് എന്ന ചൈന ഇന്ത്യയോട് ഒപ്പം നിന്നുകൊണ്ട് പറഞ്ഞിരിക്കുന്നു. അതായത് പഹൽഗാം അറ്റാക്കിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഈ പ്രസ്താവന ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ നയതന്ത്ര വിജയമായി ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കാണുന്നത്. ചൈന ഇന്ത്യയുടെ എല്ലാ കാലത്തെയും ഒരു സുപ്രധാനമായിട്ടുള്ള പങ്കാളിയാണ് എന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. എന്തായാലും ഷഹബാസ് ഷെരീഫിൻ്റെ ഈ ഒരു അപമാനം വലിയ രീതിയിൽ പാകിസ്ഥാൻ മാധ്യമങ്ങൾ ചർച്ചയാക്കിയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് അങ്ങോട്ടേക്ക് പോയത് എന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ പറയുന്നത്. പോരാത്തതിന് അമേരിക്കയുമായി കൂടുതലായി അടുക്കുകയാണ് പാകിസ്ഥാൻ. അതിൻ്റെ ഒരു അമർഷം ചൈനയ്ക്ക് പാകിസ്ഥാനോട് ഉണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.